നമസ്കാരം കുട്ടികളെ. നമ്മളിന്ന് ഫോക്കസ് ഏരിയയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എടുക്കാൻ പോവാണ്. അത് വേറൊന്നുമല്ല, ദാറ്റ് ഈസ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചർ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു റേഡിയേഷൻ എടുക്കുമ്പോൾ, ഒരു ലൈറ്റ് റേഡിയേഷൻ എടുക്കുമ്പോൾ അതിന് പ്രധാനമായിട്ട് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊന്നിന് പറഞ്ഞ പേര് വേവ് നേച്ചർ എന്നും രണ്ടാമത്തേനെ പാർട്ടിക്കിൾ നേച്ചർ എന്നും പറയും. ഇത് രണ്ടും കൂടെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ. നിങ്ങൾ കേട്ടോ, ഡ്യുവൽ നേച്ചർ. അപ്പോൾ വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ, ദേ ആർ കോൾഡ് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലൈറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ ലൈറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഡ്യുവൽ ക്യാരക്ടർ പഠിക്കാൻ സാധിക്കും. ഇനിയും ഇവിടെ ഈ വേവ് നേച്ചർ അതുപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള ഈ ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെല്ലാം വേവ് നേച്ചർ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബട്ട് ദ പാർട്ടിക്കിൾ നേച്ചർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സ്പ്ലെയിനിങ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് കോൾഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ അതുപയോഗിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് ഇന്നത്തെ തിയറിയാണ്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഇതാണ് ആദ്യം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഓക്കെ, എന്താണ് ഈ മാക്സ് പ്ലാങ്ക് എന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇത് സ്റ്റഡി ചെയ്തത്. അദ്ദേഹം സ്റ്റഡി ചെയ്ത് വളരെ സിമ്പിളായ സംഭവമാണ്. അതായത് ഒരു സോഴ്സ് ഓഫ് ലൈറ്റും ഒരു ബോഡിയും തമ്മിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി അദ്ദേഹം ചെയ്തത്. എന്തൊക്കെയാണ്? സോഴ്സ് ഓഫ് ലൈറ്റും ഒരു ബോഡിയും. ഓക്കെ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ റിസൾട്ടുകൾ, പ്രധാനമായിട്ട് 3 റിസൾട്ടുകൾ അദ്ദേഹം കണ്ടുപിടിച്ചു. അതെന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പോവാണ്. അതിലൊന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എ ബോഡി ക്യാൻ അബ്സോർബ് or emit the light not continuously but discontinuously in the form of small energy packets. They are called quanta. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ്, ഇതൊരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണെന്നിരിക്കട്ടെ, ഇങ്ങനെ റേഡിയേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊരു ബോഡി. അപ്പോൾ ഇവിടുന്ന് വരുന്ന റേഡിയേഷൻ നേരെ ഇവിടേക്ക് വന്ന് ഫോളോ ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്, കണ്ടിന്യൂസ് ആയിട്ടല്ല. ഇൻ ദ ഫോം ഓഫ് സ്മോൾ എനർജി പാക്കറ്റ്സ്, ചെറിയ ചെറിയ എനർജി പാക്കറ്റുകളായിട്ടാണ്. ആ എനർജി പാക്കറ്റുകൾക്ക് അദ്ദേഹം കൊടുത്ത പേരാണ് ക്വാണ്ട എന്ന് പറയും. ഓരോ എനർജി പാക്കറ്റിനും വിളിച്ച പേരാ ക്വാണ്ടം എന്ന് പറയും, അല്ലേ? ക്വാണ്ടം നിങ്ങൾ കേട്ടുവാണ്. ഇൻ ദ കേസ് ഓഫ് സൺലൈറ്റ് ഈച്ച് എനർജി പാക്കറ്റ് ഈസ് കോൾഡ് ഫോട്ടോൺ. അങ്ങനെ വാക്കുകൾ കേട്ട് കാണാം, ഫോട്ടോൺ. അത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നൊരു വാക്കാണിത്, അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് എ ഫസ്റ്റ് പോയിന്റ്. എന്താണ്? എ ബോഡി ക്യാൻ എമിറ്റ് ഓർ അബ്സോർബ്. ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇവിടെ അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ദ ലൈറ്റ് ഇൻ ദ ഫോം ഓഫ് സ്മോൾ എനർജി പാക്കറ്റ്സ്, ദേ ആർ കോൾഡ് വാട്ട്? ക്വാണ്ട. ക്വാണ്ട എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ് കേട്ടോ. ക്വാണ്ടം ഒരു പാക്കറ്റ്, അത് സിംഗുലറാണ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ലൈറ്റ് ദാറ്റ് പാക്കറ്റ് ഈസ് കോൾഡ് ഫോട്ടോൺ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ദ എനർജി ഓഫ് ഈച്ച് ക്വാണ്ടം is directly proportional to the frequency of the radiation. ഒരു എനർജി പൈക്കിൻ്റെ ആ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ അതെങ്ങനെ ഇക്വേഷൻ ആയിട്ട് എഴുതാം? എനർജി ഈസ് ടേക്കൺ ആസ് ഇ, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അത് ന്യൂ എന്ന് എടുക്കുകയാണ്. അല്ലെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ. കണ്ടോ, ഒരു പുതിയ ഇക്വേഷൻ നമുക്ക് കിട്ടുകയാണ്. എച്ച് ഇൻറ്റു ന്യൂ. വാട്ട് ഈസ് എച്ച്? എച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ് നോൺ ആസ് Planck's constant, and its value is found to be 6.626 into 10 raised to minus 34 joules second. ഇത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. 6.626 into 10 raised to minus 34 joules second. ഇതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. എന്താണ് സെക്കൻഡ് പോയിന്റ്? എനർജി ഓഫ് ഈച്ച് ക്വാണ്ടം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇസ് ഫ്രീക്വൻസി, ഓർ ഇ ഈസ് ഈക്വൽ ടു S nu, what is H? Planck's constant, and its value is 6.626 into 10 raised to minus 34 joules second. Clear ആയല്ലോ? ഓക്കെ, ഇനി തേർഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്, എ ബോഡി ക്യാൻ അബ്സോർബ് ഓർ എമിറ്റ് ദ റേഡിയേഷൻ ബൈ ആൻ എമൗണ്ട് ഓഫ് either S nu or an integral multiple of S nu.
അതായത് ഒരു ബോഡി സോഴ്സ് ഓഫ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുകയോ രണ്ടും ആകാമല്ലോ. അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഒരു എസ് ന്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? നോക്കി, എനർജിയുടെ ക്വാണ്ടിറ്റി എന്നെടുക്കുകയാണ്. ഓക്കെ, എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു പാക്കറ്റാണ് അബ്സോർബ് ചെയ്തതെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എസ് ന്യൂ എന്ന് എടുക്കാൻ സാധിക്കും. ഒരു പാക്കറ്റ് മാത്രമാണെങ്കിൽ. 2 പാക്കറ്റ് ആണെങ്കിലോ അത് 2s ന്യൂ എന്നാവും. 3 പാക്കറ്റ് ആണെങ്കിലോ 3s ന്യൂ എന്നാവും. കണ്ടോ? അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ അവിടെ നമുക്ക് n എന്നൊരു വാല്യൂ കൊടുത്തേ. അപ്പോൾ E ഈസ് ഈക്വൽ ടു വാട്ട്? ns ന്യൂ. വാട്ട് ഈസ് n? n ഈസ് എ ഇൻറ്റിജർ ലൈക്ക് 1, 2, 3, 4 ലൈക്ക് ദാറ്റ്. കണ്ടോ? ഇതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. എന്താണ്? എനർജി ഓഫ് the body, or energy of the packet absorbed by a body is either by an amount of s nu or an integral multiple of s nu. ഇപ്പോൾ ഒരു ബോഡി അബ്സോർബ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി ഓഫ് എനർജി എന്ന് പറയുന്നത് അതൊന്നുകിൽ ഒരു എസ് ന്യൂ ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എസ് ന്യൂ ആകാം. ക്ലിയർ ആയല്ലോ? ഇതാണ് 3 പോയിൻറ്റ്സ് ആയിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. മാക്സ് പ്ലാങ്ക് who studied the interaction of a source of light and a body. Then he arrived at 3 important postulates. The first one is that a body can absorb or emit the light by an amount of, a body can absorb or emit light not continuously but discontinuously in the form of small energy packets. They are called what? Quanta. Okay, and each energy packet is called a quantum. In the case of sunlight, the packet is called a photon. Second one, the energy of each quantum is directly proportional to the frequency of radiation nu. Okay, or E is equal to s nu. What is H? Planck's constant, and its value is 6.626 into 10 raised to minus 34 joules second. Okay, then third one is energy of the body can absorb or emit by an amount of s nu or an integral multiple of s nu. ഒരു ബോഡി അബ്സോർബ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുന്നതോ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു എസ് ന്യൂ ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആകാം. അതാണ് മൂന്നാമത്തെ പോയിൻറ്റ്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ E ഈസ് ഈക്വൽ ടു ns ന്യൂ എന്നാണ്. വാട്ട് ഈസ് n? n ഈസ് എ ഇൻറ്റിജർ ലൈക്ക് 1, 2, 3 എക്സെട്ര. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഒരു പോയിൻറ്റ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് വന്നേക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നൊരു ഭാഗമാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്? ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ചില മെറ്റലിൻ്റെ സർഫസിലോട്ട് ലൈറ്റ് റേഡിയേഷൻ വന്ന് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ എജക്റ്റ് ചെയ്യും. ഈ ഒരു ഫിനോമിനോൺ വിളിച്ച പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സർട്ടൻ മിനിമം ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ഇസ്. അപ്പോൾ എല്ലാ മെറ്റൽസിനും ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ നോക്കി, അപ്പോൾ ഇതൊരു മെറ്റലായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഇതൊരു മെറ്റൽ, ഇതിൻ്റെ സർഫസിലോട്ട് ലൈറ്റ് വന്ന് വീഴുന്നു, ഇവിടുന്ന് ഇലക്ട്രോൺ തെറിച്ചു പോകും. ഈ ഇലക്ട്രോണിന് പ്രത്യേക പേരുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്ന് പറയും. ഇത് എല്ലാ മെറ്റൽസ് ഈ പ്രോപ്പർട്ടി ഇല്ല. പ്രത്യേകം ഓർത്തിരിക്കുക, പ്രധാനമായിട്ടും ആൽക്കലി മെറ്റൽസ്. ആരൊക്കെ ആൽക്കലി മെറ്റൽസ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം എക്സെട്ര. അതിൽ തന്നെ സീഷ്യത്തിനാണ് ആ ഒരു പ്രോപ്പർട്ടി ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അത് വേണമെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അതിന് കാരണം വേറൊന്നുമല്ല, ആൽക്കലി മെറ്റൽസിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവാണ്. സീഷ്യം എന്ന് പറയുമ്പോൾ വലിയൊരു ആറ്റമാണ് അല്ലേ, സൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. അപ്പോൾ അറ്റോമിക് സൈസും അയണൈസേഷൻ എൻതാൽപ്പി എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, നിങ്ങൾക്ക് അറിയാതെ. അപ്പോൾ അതുകൊണ്ട് സീഷ്യം പോലുള്ള മെറ്റൽസാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ സോളാർ സെല്ലുകൾ? സോളാർ സെല്ലിനകത്തൊക്കെ ഈ ഒരു പ്രിൻസിപ്പിളാണ്, മനസ്സിലായി? ആൽക്കലി മെറ്റൽസ് പോലുള്ള മെറ്റൽസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കി, ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സർട്ടൻ മിനിമം ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ഇറ്റ് സർഫസ്. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്? അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ, ഫോർ ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് is that the minimum frequency light is required for the ejection, and that minimum frequency is what is called threshold frequency.
ഇതറിഞ്ഞിരിക്കുക. ത്രഷോൾഡ് ഫ്രീക്വൻസി അതിൻ്റെ സിമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ന്യൂ എന്നിട്ടിട്ട് 0 എന്നാണ് കേട്ടോ. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇറ്റ്സ് എ മിനിമം ഫ്രീക്വൻസി ലൈറ്റ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്, ദാറ്റ് ഈസ് കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ക്ലിയർ? പിന്നെ അതിനാവശ്യമായിട്ടൊരു മിനിമം എനർജി വേണ്ടേ? ആ എനർജിക്ക് ഒരു പ്രത്യേക പേരുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും. വർക്ക് ഫംഗ്ഷൻ, അതിൻ്റെ സിമ്പിൾ W0 എന്നാണ്. അത് കണ്ടുപിടിക്കുന്നത് H × μ0 എന്നാണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷനും ത്രഷോൾഡ് ഫ്രീക്വൻസിയും രണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്. ത്രഷോൾഡ് ഫ്രീക്വൻസി മീൻസ് മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. വർക്ക് ഫംഗ്ഷൻ മീൻസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ദ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ്, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ W0, ദാറ്റ് ഈസ് ഈക്വൽ ടു H × μ0. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ the kinetic energy of this photoelectron that is directly proportional to the frequency of incident radiation, Ke proportion nu. ഇതാണ് അടുത്ത ഒരു പോയിൻ്റായിട്ട് ഓർത്തിരിക്കേണ്ടത്. Ke means kinetic energy ആണ്, that is directly proportional to frequency of the incident radiation. എന്ന് പറഞ്ഞാൽ വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ആ തെറിച്ചു പോകുന്ന ഫോട്ടോ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി വളരെ ഹൈ ആയിരിക്കും. അത് നമുക്ക് വേറെ ഫോമിലേക്ക് എഴുതാം. Ke is equal to H × nu എന്ന് എഴുതാം. കണ്ടോ? K is equal to H × nu. പിന്നെ K വാല്യൂ കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷൻ കൂടിയുണ്ട്, ഇതുകൂടെ നിങ്ങൾ കാണാൻ പഠിച്ചോണം കേട്ടോ. K is equal to H × nu - μ0 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ട, ഫിസിക്സിനകത്ത് വരും, അത് പഠിച്ചാൽ മതി. K means kinetic energy, that is equal to H × nu - μ0. What is nu? Nu is the frequency of incident radiation. μ0 means threshold frequency. അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട്. ഈ K എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ½ mv² എന്നാണ്. അപ്പോൾ ½ mv² ഈസ് ഈക്വൽ ടു H × nu - μ0 എന്നാണ്. കണ്ടോ? ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ. ഇതറിഞ്ഞിരിക്കുക. എന്താണ് ഇൻറ്റൻസിറ്റി? തീവ്രത. അപ്പോൾ എത്ര ഇലക്ട്രോൺ പോകുന്നു എന്ന് തീരുമാനിക്കുന്നത് അതിൽ വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റ് ആണെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് തെറിച്ചു പോകും. അതല്ല ഇൻറ്റൻസിറ്റി കുറവാണെങ്കിൽ പോകുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റേഴ്സ് ഓഫ് വാട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഒന്ന് പറയാൻ ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സർട്ടൻ മിനിമം ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ഇറ്റ്സ് സർഫസ്. Especially alkali metal shows this property. Cesium metal, this principle is widely used in the solar cell. Why this alkali metal is used in the solar cell? Because atomic size is very high, therefore its ionization enthalpy is very low. That is why these metals are widely used in the photoelectric cells. Then what are the important characteristic properties of photoelectric cell? The first one is that there is a minimum frequency light is required for ejection of electron from the metal surface, and that frequency is what is called the threshold frequency, denoted by the symbol μ0. The minimum amount of energy required for the ejection of electron from the metal surface, that is called work function, that is given by the equation W0 is equal to H × μ0. What is H? Planck's constant. Clear? Second thing, the kinetic energy that is directly proportional to the frequency of incident radiation. If greater the frequency, greater will be the kinetic energy. That is given by the equation K is equal to S nu, or the kinetic energy of photoelectron that is given by the equation K equal to H × nu - μ0, or ½ mv² is equal to H × nu - μ0. Clear? Then the third point is that the number of photoelectron ejected from the metal surface that is directly proportional to the intensity of incident radiation. If greater the intensity of radiation, greater will be the number of photoelectron ejected from the metal surface. So these are the important characteristic properties of photoelectric effect. Clear? സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്ക് കടക്കാൻ പോവാണ്. നിങ്ങളുടെ ഫോക്കസ് ഏരിയ വെച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, അങ്ങനൊരു പോർഷനാണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. നിങ്ങൾക്കറിയാം സ്പെക്ട്രം അല്ലേ? സ്പെക്ട്രം എന്ന് കേട്ടിട്ടുണ്ട്. അതായത് സൺലൈറ്റ്, അതിനകത്ത് പ്രത്യേകിച്ചും പല പല റേഡിയേഷൻസിൻ്റെ ഒരു കളക്ഷനാണ് അല്ലേ? അതിന് റെയിൻബോ നമുക്കറിയാം, വിബ്ജിയോർ, അതൊരു സ്പെക്ട്രമാണത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്.
അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതാണ് ഈ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ട് 3 പാർട്സ് അതിനകത്തുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതൊരു ഡിസ്ചാർജ് ട്യൂബാണ്. ഡിസ്ചാർജ് ട്യൂബ്. ഇത് ഒരു പ്രിസമാണ്. ഇതൊരു ഫോട്ടോഗ്രാഫി ഫിലിമാണ്, ഫോട്ടോ ഫിലിം. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള പ്രഷർ ആദ്യമേ റെഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ റെഡ്യൂസ് ദ പ്രഷർ. ദെൻ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് ഹൈ വോൾട്ടേജ് അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് സ്കാറ്ററിങ് ഓഫ് റേഡിയേഷൻ സംഭവിക്കും. അതായത് ഹൈഡ്രജൻ ആറ്റം ഫോം ചെയ്യുകയും അതിൽ നിന്ന് റേഡിയേഷൻസ് അല്ലെങ്കിൽ അത് സ്കാറ്റർ ചെയ്തിട്ട് അത് കുറേ ഈ പ്രിസത്തിലേക്ക് വന്ന് ഫോൾ ചെയ്യുകയും ചെയ്യും. ആ പ്രിസം അതിനെ സ്പ്ലിറ്റ് ചെയ്യും. ആ റേഡിയേഷനെ സ്പ്ലിറ്റ് ചെയ്യും. അത് കളക്ഷൻ ഓഫ് ലൈറ്റാണ് വന്ന് വീഴുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ 5 ഡിഫറെൻറ്റ് ലൈൻസ് ഫോം ചെയ്യും. അതിവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. 5 ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ട്. ആ 5 ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് നേരെ ഫോളോ ചെയ്യുന്നൊരു ഫോട്ടോഗ്രാഫി ഫിലിമിലോട്ടാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫിലിമിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 ലൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ചെയ്യേണ്ടത് എക്സ്പെരിമെൻറ്റ് കഴിയുമ്പോൾ ആ ഫിലിം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സോഡിയം തയോസൾഫേറ്റ് എന്നുള്ളൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് വാഷ് ചെയ്യണം. പണ്ട് കാലത്തൊക്കെ ഈ ഫിലിം, ഫോട്ടോ ഫിലിം, നമ്മൾ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ഫിലിം വാഷ് ചെയ്യുന്നത് സോഡിയം തയോസൾഫേറ്റ് എന്ന കെമിക്കൽ ഉപയോഗിച്ചാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അത് വാഷ് കഴിയുമ്പോൾ ആ ഫിലിമിൽ നമുക്ക് 5 ലൈൻസ് കാണാൻ സാധിക്കും. ഈ ലൈൻസിനെയാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നോക്കുക. ഡിസ്ചാർജ് ട്യൂബ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് വെരി ലോ പ്രഷർ ആൻഡ് ഹൈ വോൾട്ടേജ്. Some radiations are produced which fall on a prism. It splits the radiation into 5 different lines, and these lines finally falls on a photograph film. Then after developing this film we can see 5 different lines, and these lines are collectively called what? Line spectrum of hydrogen. അത് ഞാൻ എക്സ്പാൻഡ് ഫോമിൽ വരച്ചിരിക്കുകയാണ്. ഇത് ഈ കാണുന്നത് കണ്ടോ. ഇത് ഒരു ഫിലിമായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. ഫോട്ടോ ഫിലിം. ഈ ഇരിക്കുന്ന ഫിലിം തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ. ഇതിനകത്ത് നോക്കിയാൽ 1, 2, 3, 4, 5 5 ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഓരോ ലൈനും ഓരോ പേര് കൊടുക്കാൻ പോവാണ്. ആ പേര് വളരെ സിമ്പിളാണ്. നോക്കുക. ഒന്നാമത്തെ ലൈൻ അതായത് അതിനെ വിളിക്കുന്ന പേരാണ് ലൈമാൻ സീരീസ് എന്ന് പറയും. LYMAN, ലൈമാൻ സീരീസ്. ലൈമാൻ സീരീസ് എന്നതിൻ്റെ പേര്. സെക്കൻഡ് സീരീസ് ദാറ്റ് ഈസ് കോൾഡ് ബാമർ സീരീസ്. BALMER, ബാമർ സീരീസ്. ബാമർ. ആൻഡ് തേർഡ് വൺ പാഷൻ സീരീസ്. PASCHEN, പാഷൻ. പാഷൻ സീരീസ്. ഫാഷൻ അല്ല, പാഷൻ. ഓക്കെ. ദെൻ അടുത്തത് ബ്രാക്കറ്റ് സീരീസ് എന്നാണ്. ബ്രാക്കറ്റ് സീരീസ്. ദെൻ ലാസ്റ്റ് വൺ ഫണ്ട് സീരീസ്. ഫണ്ട്. PFUND. P സൈലൻ്റ് ആണ്, പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഫണ്ട് സീരീസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ. ഇങ്ങനെ 5 ലൈൻസൂടെ കളക്റ്റീവായിട്ട് വിളിച്ച പേരാണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറയും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഓരോ ലൈൻസും നമ്മുടെ സോളാർ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് അല്ലെ എനർജി അതേതുമായിട്ട് റിലേഷൻ ഉണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ അത് എക്സാമിനേഷൻ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റനാണത്. അതായത് ആദ്യത്തെ സീരീസായ ലൈമാൻ സീരീസിൻ്റെ വേവ് ലെങ്ത് അല്ലെ എനർജി എന്ന് പറയുന്നത് അത് UV ലൈറ്റുമായിട്ട് നോക്കുമ്പോൾ സെയിം ആണ്. അതുകൊണ്ട് ലൈമാൻ സീരീസ് ഫൗണ്ട് ഇൻ ദ UV റീജിയൻ എന്ന് പറയും. അൾട്രാ വയലറ്റ് റീജിയൻ അങ്ങനെയാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ ആയ ബാമർ സീരീസ്, അതിൻ്റെ പ്രത്യേകത അത് നമുക്ക് വിസിബിളാണ്, നേക്കഡ് വെച്ച് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് അതിൻ്റെ വേവ് ലെങ്ത് അല്ലെ എനർജി അത് വിസിബിൾ റീജിയനുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ബാമർ സീരീസ് ആർ ഫൗണ്ട് ഇൻ ദ വിസിബിൾ റീജിയൻ ഓഫ് ദി സ്പെക്ട്രം അങ്ങനെയാണ് പറയുന്നത്. അടുത്തത് പാഷൻ സീരീസും ബ്രാക്കറ്റ് സീരീസും ഫണ്ട് സീരീസും. ഈ 3 എണ്ണത്തിൻ്റെയും വേവ് ലെങ്ത് അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് IR റീജിയനുമായിട്ട് സെയിം ആണ്. അതുകൊണ്ട് ഈ 3 എണ്ണം നമ്മൾ IR റീജിയനിൽ കാണപ്പെടുന്നു പറയാറുണ്ട്. അപ്പോൾ ഈ 3 റീജിയൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി നമുക്കറിയാം അടുത്തത് ഇതെല്ലാം വേവ്സ് ആണല്ലോ അല്ലേ, ലൈറ്റ് വേവ്സ് ആണ്. ഒരു വേവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രസ്റ്റും ട്രഫും അല്ലേ. അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് വേവ് ലെന്ത് എന്നൊരു സംഭവം ഉള്ളത്. ഇപ്പം വേവ് വരയ്ക്കുമ്പോൾ ഇതെങ്ങനെയാണ് അല്ലേ, നിങ്ങൾക്കറിയാം ഇങ്ങനെ വരച്ച് പോകുന്നത് അല്ലേ. അപ്പോൾ ക്രസ്റ്റും ഉണ്ട് ട്രഫും ഉണ്ട്. അപ്പോൾ ഏറ്റവും അടുത്തടുത്ത 2 ക്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ട്രഫിൻ്റെയോ ദൂരം ഇതിനെയാണ് ലാംഡ എന്ന് പറയും. വേവ് ലെന്ത് ലാംഡ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കണ്ടോ 1/λ എന്ന് പറയും. അതിനൊരു പ്രത്യേക പേരുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് വേവ് നമ്പർ എന്ന് പറയും. അപ്പോൾ ഈ ഓരോ ലൈനിനും ഡെഫിനറ്റ് വേവ് ലെന്ത് ഉണ്ട്.
അക്കാരണത്താൽ നമുക്ക് അതിൻ്റെ റെസിപ്രോ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വേവ് നമ്പർ കിട്ടും. വേവ് നമ്പറിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് അതായത് ന്യൂ ബാർ എന്നാണ്. ന്യൂ ബാർ മനസ്സിലാക്കുക. ന്യൂ ബാർ ഈക്വൽ ടു 1/λ. ഓക്കെ, ഈ ന്യൂ ബാർ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ ബോർഡിൽ എഴുതി നോക്കുക. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്നാണ്. 1/n1² മൈനസ് 1/n2², where RH is a constant known as Rydberg constant. അറിഞ്ഞിരിക്കുക. Rydberg constant എന്നാണ് വിളിക്കുന്ന പേര് RH. അതിന് പ്രത്യേക വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് 109677 per centimeter എന്നാണ്. ഇത് മിക്കവാറും നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ RH is a constant known as Rydberg constant and its value is found to be 109677 per centimeter. Then what are N1 and N2? N1 and N2 are certain integers, ചില സംഖ്യകളാണ്. ലൈക്ക് 1, 2, 3, 4 ലൈക്ക് ദാറ്റ്. അത് ഓരോ സീരീസും മാറിക്കൊണ്ടേയിരിക്കും. അത് ഞാൻ ഓരോന്ന് എഴുതിയിട്ടുണ്ട് നോക്കുക. ഇപ്പോൾ എൻ്റെ കേസ് ലൈമാൻ സീരീസ് N1 എൻ്റെ വാല്യൂ നിങ്ങൾ 1 ആയിട്ടേ എടുക്കാവുള്ളൂ, മനസ്സിലാക്കുക. പക്ഷേ N2 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഹയർ വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ 2, 3, 4 എക്സെട്ര. അപ്പോൾ ലൈമാൻ സീരീസ് തൊട്ട് ഫൺ സീരീസ് വരെ 1, 2, 3, 4, 5 അങ്ങനെ പറഞ്ഞു പോയാൽ മതി, എളുപ്പമുണ്ട്. അപ്പോൾ നോക്കി, ബാമർ സീരീസ് N1 ഈക്വൽ ടു വാട്ട് 2 ആണ്. അപ്പോൾ N2 എന്ന് പറഞ്ഞാൽ 3, 4, 5 ആയിട്ടേ പറയാവുള്ളൂ. അടുത്തത് പാഷൻ സീരീസ് N1 ഇപ്പം 3 ആണ്, പാഷൻ മൂന്നാമത്തെ അല്ലേ, അപ്പോൾ 3 ആയിട്ടേ പറയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടുത്ത N2 എന്ന് പറഞ്ഞാൽ 4, 5, 6 എന്ന് വരും. അടുത്തത് ബ്രാക്കറ്റ് സീരീസ് ആണ്. അത് N1 ഈസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ N2 ഈക്വൽ ടു 5, 6, 7 എക്സെട്ര എന്ന് വരും. ദ ലാസ്റ്റ് വൺ ഫൺ സീരീസ്. അപ്പോൾ N1 ഈക്വൽ ടു 5 ആൻഡ് N2 ഈക്വൽ ടു 6, 7 എക്സെട്ര. ക്ലിയർ? ഇതാണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത ലൈൻ സ്പെക്ട്രം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ സിലബസിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ശരിക്കും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പോർഷനിലേക്ക് കിടക്കാൻ പോവാണ്. നമ്മൾ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ്. ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ നീൽസ് ബോർ എന്നൊരു സയൻറ്റിസ്റ്റാണ് ഇത് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്. അത് ജനറലായിട്ട് ആറ്റത്തിൻ്റെ സ്ട്രക്ചറായിട്ട് നമുക്ക് പറയാറുണ്ട്. നോക്കുക, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കുറച്ച് പോസ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് തന്നേക്കുന്നത്. അതിലെ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇൻ ആൻ ആറ്റം ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ദ സർക്കുലർ പാത്ത്. ഇൻ ആൻ ആറ്റം ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ദ സർക്കുലർ പാത്ത്. ഓക്കെ, ന്യൂക്ലിയസ് സെൻട്രൽ ഉണ്ടല്ലോ, അപ്പോൾ അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ സർക്കുലർ പാത്തുകളുണ്ട്, കണ്ടോ? അതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ പോയിന്റ്. ഈ സർക്കുലർ പാത്തിന് അതിൽ കൂടിയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്, കേട്ടോ. അപ്പോൾ ഈ സർക്കുലർ പാത്തിന് അദ്ദേഹം കൊടുത്ത പേരാണ് ഷെൽസ് എന്ന് പറയും, അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയും. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇൻ ആൻ ആറ്റം ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ദ സർക്കുലർ പാത്ത് ആൻഡ് ദീസ് പാത്സ് ആർ ജനറലി കോൾഡ് ഷെൽസ് ഓർ എനർജി ലെവൽസ്. Second point is that these shells are named as K, L, M, N, etc. അങ്ങനെയാണ് എൻ്റെ പേര് പോകുന്നത്. K, L, M, N, etc. And numbered as 1, 2, 3, 4, etc. അത് ആദ്യത്തെ ഷെല്ല് K ഷെല്ല്, ന്യൂക്ലിയസിനോട് ചേർന്നുള്ളത്, കേട്ടോ. ഇതാണ് K ഷെല്ല്. തൊട്ടടുത്ത L ഷെല്ല്, അടുത്ത M ഷെല്ല്, ഇങ്ങനെയാണ് പോകുന്നത്. ഇത് നമ്പർ 1, ഇത് 2, ഇത് 3, അടുത്ത 4 ലൈക്ക് ദാറ്റ്. ക്ലിയർ ആയല്ലോ? ഇതാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഇനി തേർഡ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ദ എനർജി ഓഫ് ഇലക്ട്രോൺ റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് ദീസ് ഓർബിറ്റ്സ് ആർ ഓൾസോ കോൾഡ് സ്റ്റേഷനറി സ്റ്റേറ്റ്. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് അതാണ്, കേട്ടോ, സ്റ്റേഷനറി സ്റ്റേറ്റ്. എന്താണ് സ്റ്റേഷനറി മീൻസ്? സ്റ്റേഷനറി മീൻസ് റെസ്റ്റ്, കോൺസ്റ്റൻറ്റ്. അപ്പോൾ വെൻ ദിസ് ഇലക്ട്രോൺ, it has a definite energy and that energy remains a constant. Therefore, each orbit can associate definite amount of energy. That is why he called these shells are called what? Stationary states. അതാണ് അടുത്ത പോയിന്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ തേർഡ് പോയിന്റ് ഈസ് വാട്ട്? The shells are also called stationary states. Why? Because each shell that is characterized by a definite amount of energy or constant amount of energy.
That is why they are also called stationary states. That is the third point. Then the fourth point is that the electrons are moving around the nucleus only those orbits in which the angular momentum is quantized. Angular momentum, ഒരു ഇലക്ട്രോൺ ആ ഷെല്ലിനകത്ത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്ന ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്വാണ്ടൈസ്ഡ് ആയിരിക്കണം. എന്താ ഈ ക്വാണ്ടൈസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് വാല്യൂ ആയിരിക്കണം. ഇനി എന്താണ് ഈ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ട് മൊമെൻറ്റം അല്ലേ? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. നമുക്കറിയാം ഈ ഇലക്ട്രോൺ ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് വെലോസിറ്റി അല്ലേ? അപ്പം മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ് കോൾഡ് വാട്ട്? മൊമെൻറ്റം. കൂടാതെ ഇതൊരു സർക്കുലാർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓരോ ഓർബിനും ഒരു നിശ്ചിത റേഡിയസ് ഉണ്ട് അല്ലേ? ഒരു നിശ്ചിത റേഡിയസ് ഉണ്ട്, നമുക്ക് നോക്കിയാൽ കാണാതെ. ആ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എം ഇൻറ്റു വി ഇൻറ്റു ആർ, എം ഇൻറ്റു വി ഇൻറ്റു ആർ, ഇതിന് വിളിച്ച പേരാണ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയും. ഈ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇത് h/2π തുല്യമാകാം, അതല്ല എങ്കിൽ അത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ, ഇപ്പോൾ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് h/2π. അപ്പോൾ അത് എഴുതുന്നത് ns/2π എന്നാണ്. അപ്പോൾ MVR ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ns/2π. അപ്പോൾ അങ്ങനൊരു കോൺസെപ്റ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം of the electron is quantized. That means it has a definite value of what? Angular momentum. What is angular momentum? Mass into velocity into radius of the orbit. Clear? And that value is found to be either h/2π or an integral multiple of h/2π. അപ്പോൾ MVR is equal to ns/2π. ഇതാണ് മൂന്നാമത്തെ കോൺസെപ്റ്റ് ആയിട്ട് പറയേണ്ടത്. ഇനി നാലാമത്തെ കോൺസെപ്റ്റ് അഞ്ചാമത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ when an electron belongs to a particular orbit, the energy remains constant, and that atom emits or absorbs energy when this electron moves from one orbit to another. ഇതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഓക്കെ, ഒരു ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിനകത്ത് ഇരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ആ ആറ്റം എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യാം. എപ്പോൾ? ദാറ്റ് ഇലക്ട്രോൺ മൂവ് ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോഴാണ് ആ ആറ്റം ഒന്നുകിൽ ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുന്നത്. സാധാരണ കണ്ടുവരുന്നത് ഒരു ആറ്റം എനർജി അബ്സോർബ് ചെയ്താൽ ലോവർ എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ ആ എനർജി അബ്സോർബ് ചെയ്യുകയും അത് ഹയർ ലെവലിലേക്ക് ജമ്പ് ചെയ്യുകയും ചെയ്യും. അതിനാണ് എക്സൈറ്റേഷൻ എന്ന് പറയും. മനസ്സിലാക്കുക. ഇപ്പോൾ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പോൾ ഇലക്ട്രോൺ ഇപ്പോൾ ഫസ്റ്റ് ഷെല്ലിരിക്കുക നിങ്ങൾ അസ്യൂം ചെയ്യാം. മനസ്സിലായോ? ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് എനർജി കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യും, പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല, അത് നേരെ ഹയർ ലെവലിലേക്ക് ജമ്പ് ചെയ്യും, നേരെ ഇവിടെ വന്നിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് എക്സൈറ്റേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ നിന്ന് അടുത്ത ഷെല്ലിലേക്ക് മൂവ് ചെയ്തു ബൈ എങ്ങനെ? അബ്സോർപ്ഷൻ ഓഫ് എനർജി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലോവറിൽ നിന്ന് ഹയറിലേക്കാണ് പോയത്. ഇനി തിരിച്ചുണ്ട്, എന്താ അറിയാമോ? ഇങ്ങനെ ഹയർ ലെവലിലേക്ക് പോയ ആ ഇലക്ട്രോൺ തിരിച്ച് ഒറിജിനൽ പാത്തിലേക്ക് വരാം. അപ്പോൾ അതും ഒരു മൂവ്മെൻറ്റാണ്, പക്ഷേ അത് ഹയറിൽ നിന്ന് ലോവറിലേക്കാണ്. ഈ സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് എക്സസ് ഓഫ് എനർജി മൊത്തം റേഡിയേഷനായിട്ട് വെളിയിൽ പോകും. മനസ്സിലാക്കുക, റേഡിയേഷനായിട്ട്. ക്ലിയർ? അപ്പോൾ ദ എക്സസ് ഓഫ് എനർജി എമിറ്റ്സ് in the form of radiation. It has a definite energy. Clear? അപ്പോൾ ഇതൊരു എനർജി ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താ? ലോവർ എനർജി ടു ഹയർ ലെവൽ അല്ലെങ്കിൽ ഹയർ എനർജി ടു ലോവർ ലെവൽ. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ലോവറിൽ നിന്ന് ഹയറിലേക്ക് ജമ്പ് ചെയ്യും അല്ലേ? അതല്ല തിരിച്ച് ഹയറിൽ നിന്ന് ലോവറിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴോ എനർജി ലിബറേറ്റ് ചെയ്യും. അപ്പോൾ രണ്ടും പോസിബിലിറ്റി ഉണ്ട് ഇവിടെ. മനസ്സിലായോ? ഇവിടെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് E2 എന്ന് പറയുന്ന ഹയർ ലെവലും E1 എന്ന് പറയുന്ന ലോവർ ലെവലുമായിട്ട് എടുക്കാൻ പോവാണ്. E2 എന്ന് പറഞ്ഞാൽ ഹയർ എനർജി, E1 എന്ന് പറഞ്ഞാൽ ലോവർ എനർജി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ E2 മൈനസ് E1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ എന്നാണ് അല്ലേ? ഡെൽറ്റ ഇ, ചേഞ്ച് ഇൻ എനർജി. ബട്ട് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു വാട്ട്? എസ് ന്യൂ. നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട് എസ് ന്യൂ. അപ്പോൾ വാട്ട് ഈസ് ന്യൂ? ഫ്രീക്വൻസി. ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഈ എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്
ന്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഒന്ന് പറയുക, പോയിന്റ് ശ്രദ്ധിക്കാം. ഒരു ആറ്റം എനർജിയെ നഷ്ടപ്പെടുക അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഇലക്ട്രോൺ എന്ത് സംഭവിക്കും, ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ജമ്പ് ചെയ്യാം. സാധാരണ കണ്ടുവരുന്നത് ലോവർ ലെവലിൽ നിന്ന് ഹയറിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യാണ്. തിരിച്ച് ഹയർ ലെവലിൽ നിന്ന് ലോവറിലേക്ക് വരുമ്പോൾ എനർജി എമിറ്റ് ചെയ്യപ്പെടും ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ. ആൻഡ് ദാറ്റ് റേഡിയേഷൻ വിച്ച് ഹാസ് എ ഡെഫിനറ്റ് ഫ്രീക്വൻസി. അത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞത്. E2 മൈനസ് E1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ, ബട്ട് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എസ് ന്യൂ ഓർ ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഈ പോസ്റ്റേഴ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? സോ ദിസ് ഈസ് ദ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ ശരിക്ക് വീഡിയോസ് കണ്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.